മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയണം. എല്ലാവരും ഓരാശാസ്ത്രത്തിൻ്റെ ഒരു ബുക്ക് വാങ്ങി എടുത്തു വെച്ച് വായിച്ചൊന്നും നോക്കണ്ട. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ, പേടിയും ഭയമൊന്നും വേണ്ട. അല്ലെങ്കിൽ മൂലശ്ലോകം എന്ന് പറഞ്ഞൊരു ഓരാശാസ്ത്രത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ചെറിയ ബുക്ക്. അത് വാങ്ങിയാലും മതി. വലുത് കിട്ടുമെങ്കിൽ വലുത് വാങ്ങുക. എന്തായാലും മൂലശ്ലോകം ഒന്നുകൂടി വാങ്ങണം. കാരണം നമുക്ക് പോക്കറ്റ് ഡയറി പോലെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബാഗിലോ പോക്കറ്റിലൊക്കെ ഇടാൻ സൗകര്യം. ആ ബുക്ക് നോക്കി നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ശ്ലോകം പറയുമ്പോൾ അത് എടുക്കാൻ വേണ്ടിയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാം. പറയുമ്പോൾ ഞാൻ സംഖ്യ പറഞ്ഞു തരും, ഇന്ന ചാപ്റ്ററിൽ ഇത്രാമത്തെ സംഖ്യയാണ്. അതൊന്ന് വാങ്ങിയേക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, പരമാവധി തരുന്ന നോട്ടിനെ എഴുതി ഒരു നോട്ടിൽ എഴുതണം. അത് നിങ്ങളുടെ റഫ് പേപ്പറിൽ എഴുതുകയാണെങ്കിൽ രണ്ടാമത് ഡയറിക്കകത്ത് മാറ്റിയാൽ മതി. നോട്ടിനേക്കാൾ നല്ലത് നല്ല കെട്ടുറപ്പുള്ള ഒരു പഴയ ഡയറി ആയാലും മതി. ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം. അത് വായിക്കുന്ന ഒരു ശീലവും കൂടെ ഉണ്ടാവും. പിന്നെ പരമാവധി ക്ലാസ് മുടക്കരുത്. അത്യാവശ്യ കാലഘട്ടങ്ങളിലല്ലാതെ ക്ലാസ് മുടക്കരുത്. മുടക്കിയാൽ ബുദ്ധിമുട്ട്, നമുക്കത് മനസ്സിലാവില്ല. രണ്ടാമത് വായിക്കുന്നതൊന്നും ശരിയാവില്ല. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ മുടക്കേണ്ടി വരും, അത് കുഴപ്പമില്ല. അല്ലാതെ മുടക്കാതിരുന്നാൽ വളരെ സന്തോഷം. ശരി, തുടങ്ങാം. ഇപ്പോഴും നമ്മുടെ സാർ ഒരു ശ്ലോകം ഇട്ടിരുന്നു, മൂർത്തിത്വേ പരികൽപ്പിത എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. അത് സൂര്യസ്തുതിയാണ്. സാധാരണയായിട്ട് നമ്മളൊരു ഗ്രന്ഥം എഴുതുമ്പോൾ ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവൻ അല്ലെങ്കിൽ പരദേവതയെ ഒന്ന് ധ്യാനിക്കും. ഇഷ്ടദേവത അല്ലെങ്കിൽ പരദേവതയെ ധ്യാനിച്ചിട്ടായിരിക്കും ഒരു ബുക്ക് എഴുതുന്നത്. നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ എഴുതുമ്പോൾ, അല്ലാത്ത ഗ്രന്ഥം എഴുതുമ്പോഴും അത് ചെയ്യാറുണ്ട്. അപ്പോൾ വരാഹവീരാചാര്യൻ ഹോരാശാസ്ത്രം എഴുതുമ്പോൾ സൂര്യസ്തുതിയാണ് ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത്. മൂർത്തിത്വേ പരികൽപ്പിത എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യസ്തുതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനെയാണ് സ്തുതിച്ചു പാടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്രാധാന്യം സൂര്യനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സയൻസ് ഫിസിക്സ് പഠിക്കുമ്പോഴെല്ലാം നമുക്ക് പഠിക്കാം. അതൊന്നും ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യണ്ട. അപ്പോഴാദ്യം നമുക്ക് സൂര്യൻ്റെ കാരകത്വമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് ചിങ്ങം രാശി പഠിക്കും. അങ്ങനെ പോകും. ഓരാശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാലാത്മാദിനകൃത മനസ്തുകിനകു സത്വം കുജോ വിജ്ഞാവചോ ജീവേ ജ്ഞാനസുഖേ സിതശ്ച മദനോ മന്നോ അലസ രാജാനൗരവിശീതകോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അതെല്ലാം കാരകത്വമാണ്. പക്ഷെ കാരകത്വം എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു ഒഴുക്കനുസരിച്ച്, ഹോരാശാസ്ത്രം ഒരു ഒഴുക്കനുസരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. കാലാത്മാ ദിനകൃത്, ആത്മാവിൻ്റെ കാരകത്വം. ദിനകൃത്, ദിനകൃതം എന്ന് പറഞ്ഞാൽ സൂര്യൻ. അവിടെ സൂര്യനെന്നോ ഭാസ്കരനെന്നോ ദിവാകരനെന്നോ സവിതാവെന്നോ ഒന്നും പറയാതെ ദിനകൃത് എന്നുള്ള വാക്ക്, ദിനകൃത് എന്ന് വേറെ ഒരിടവും പറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാലാത്മാ ദിനകൃതം. ഇപ്പോഴെന്നെ പഠിച്ചുകൊള്ളുന്നത് ആ ഒരു ശ്ലോകമായിട്ട് തോന്നണ്ട, എളുപ്പം. കാലാത്മാ ദിനകൃതം. ആത്മബലം കൊടുക്കേണ്ടത് സൂര്യനാണ്. അവിടെ ദിനകൃത, ദിനത്തെ സൃഷ്ടിക്കുന്നവൻ, അതായത് രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ
പണ്ട് പഠിച്ചിട്ടുണ്ട്. ഭൂമി തന്നെത്താനെയും ചുറ്റി സൂര്യനെയും ചുറ്റുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിനത്തെ സൃഷ്ടിക്കുന്നവൻ ആത്മാവിന്റെ കാരകത്വം ദിനത്തെ സൃഷ്ടിക്കുന്നവനാണ്. ഈ ദിനം സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റ് മണിക്കൂറായി, മണിക്കൂർ പകലും രാത്രിയുമായി, അങ്ങനെ ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, ഋതുക്കളായി, അയനമായി, സംവത്സരമായി, യുഗങ്ങളായി, അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരകത്വം സമയത്തിന്, കാലത്തിന്റെ കാരകത്വം സൂര്യനാണ്. അതാണ് ആ വാക്ക് അങ്ങനെ ഉപയോഗിച്ചു പോയത്. സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും പകലും രാത്രിയും മണിക്കൂറുകളും ആഴ്ച, മാസം, ഋതു, അയനം, സംവത്സരം, യുഗങ്ങൾ, ഇതൊക്കെ സൃഷ്ടിക്കുന്നത് സൂര്യനാണ്. സൂര്യപ്രഭാവം കൊണ്ടാണ്, സൂര്യന്റെ ശക്തി കൊണ്ടാണ് ഇത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മബലം സൂര്യന് കൊടുത്തേക്കുന്നത്. ഒരു വ്യക്തിക്ക് ആത്മബലത്തിനെ സൂചിപ്പിക്കുന്നത് സൂര്യനാണ്. അതായത് ആത്മാവെന്ന് പറഞ്ഞാൽ ജീവൻ, പ്രവർത്തനക്ഷമമാക്കുന്നത് സൂര്യനാണ്. ആത്മാവ് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ മരണമാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനം അവന്റെ ജീവൻ, ആത്മാവ്. അതിനെ കൊടുത്തിട്ടുള്ളത് സൂര്യന്. നോക്കിക്കൊള്ളാം, നമ്മുടെ കാരകത്വത്തിൽ ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആത്മാവാണ്. ആ ആത്മാവിന്റെ കാരകത്വം സൂര്യന് കൊടുത്തു. അതാണ് സൂര്യനെ സ്തുതിച്ചുകൊണ്ട് വരാഹമിഹിരാചാര്യൻ ആദ്യത്തെ സ്തുതിയിൽ പറയുന്നത്. ആത്മാവ് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ ജഡം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാലാത്മാ ദിനകൃതം. ആത്മാവിന്റെ കാരകത്വം അല്ലെങ്കിൽ ജീവന്റെ കാരകത്വം സൂര്യനാണ്. അതായത് പ്രവർത്തനക്ഷമമാക്കുന്നത് സൂര്യനാണ്. ആത്മാവ് വേറിട്ട് കഴിഞ്ഞാൽ പിന്നെ ജഡമാണ്. നമ്മൾ അങ്ങനെ പറയുള്ളൂ. അതൊക്കെ ഇനിയിപ്പോൾ കൂടുതൽ വേണ്ട, നമുക്കറിയാവുന്നത്. അത് ഒരു കാര്യമായി. പിന്നെ നമ്മൾ ഈ ഗ്രഹങ്ങളെ സ്ത്രീ ഗ്രഹം, പുരുഷ ഗ്രഹം, നപുംസക ഗ്രഹം എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ബുധ സൂര്യ സുതൗ നപുംസകാക്യു ശശി ശുക്രോ യുവതി നരാസ്തു ശേഷാഹ എന്ന് പറയുന്നുണ്ട്. ബുധ സൂര്യ സുതൗ നപുംസകാക്യു ശശി ശുക്രോ യുവതി നരാസ്തു ശേഷാഹ. ബുധനും ശനിയും നപുംസക ഗ്രഹങ്ങള്, ചന്ദ്രനും ശുക്രനും യുവതി സ്ത്രീ ഗ്രഹങ്ങള്. ബാക്കിയുള്ളവര് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചൊവ്വ, വ്യാഴം. സൂര്യൻ, ചൊവ്വ, വ്യാഴം, രാഹുകേതുക്കളൊന്നും ഇവിടെ വരുന്നില്ല. സൂര്യൻ, ചൊവ്വ, വ്യാഴം പുരുഷ ഗ്രഹങ്ങളെന്നും കരുതുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, സൂര്യൻ ഒരു പുരുഷ ഗ്രഹം, ചൊവ്വ ഒരു പുരുഷ ഗ്രഹം, ഗുരു ഒരു പുരുഷ ഗ്രഹം, ശുക്രനും ചന്ദ്രനും സ്ത്രീ ഗ്രഹം, ശനിയും ബുധനും നപുംസക ഗ്രഹം. ഈ 7 ഗ്രഹങ്ങളും എല്ലാ ജാതകത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു ഫലം പറഞ്ഞു പറ്റിക്കുന്നത്? ഇപ്പൊ സൂര്യൻ മാത്രമേ ഉള്ളെങ്കിൽ ഇത് സൂര്യൻ മാത്രമേ ഈ ജാതകത്തിലുള്ളൂ, ഇത് പുരുഷന്റെ ജാതകമാകുന്നു. ചന്ദ്രൻ മാത്രമേ ഇതിലുള്ളൂ, അപ്പോൾ ഇത് സ്ത്രീ ജാതകമാകുന്നു എന്ന് പറയാമായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഈ പറയുന്ന എല്ലാവരും എല്ലാ ജാതകത്തിലും ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതായത് പുരുഷ ഗ്രഹങ്ങൾ ബലവാനായി കേന്ദ്ര ത്രികോണങ്ങളിൽ ബലവാന്മാരായി വന്നു കഴിഞ്ഞാൽ പുരുഷ സ്വഭാവം പ്രകടിപ്പിക്കും. സ്ത്രീയായിരുന്നാലും പൗരുഷമുള്ള സ്ത്രീയായിരിക്കും, പുരുഷന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന സ്ത്രീയായിരിക്കും. അതുപോലെ ഒരു പുരുഷ ജാതകത്തിലായാലും സ്ത്രീ ഗ്രഹങ്ങൾ നല്ല ബലമായിട്ടും ബാക്കിയുള്ളത് ബലമില്ലാതെയും പോയി കഴിഞ്ഞാൽ സ്ത്രൈണ സ്വഭാവം പ്രകടിപ്പിക്കും. പുരുഷനായിരുന്നാലും സ്ത്രീയുടെ സ്വഭാവം പ്രകടിപ്പിക്കും. അപ്പോൾ പുരുഷ തത്വം പ്രകടിപ്പിക്കുന്നത് പുരുഷ ഗ്രഹങ്ങൾ, സൂര്യന് ബലമുണ്ട്, വ്യാഴത്തിന് ബലമുണ്ട്, ചൊവ്വയ്ക്ക് ബലം ഉണ്ട്. അങ്ങനെ പുരുഷ ഗ്രഹങ്ങൾക്ക് ബലം ഏറി വരിക എങ്കിൽ പുരുഷ തത്വം പ്രകടിപ്പിക്കും. പുരുഷ തത്വം എന്ന് പറയുന്നത് നമ്മൾ പഴയ ബാച്ചിലൊക്കെ പഠിച്ചവർക്കറിയാം, പറഞ്ഞിട്ടുള്ളത് നമ്മൾ അധികാരം ചെലുത്തുക,
ആജ്ഞാപിക്കുക, സംരക്ഷിക്കുക, ഗർവ് കാണിക്കുക, ഇതൊക്കെ പുരുഷതത്വമാണ്. പുരുഷതത്വം എന്ന് പറഞ്ഞാൽ ആജ്ഞകള് സ്ത്രീകളെ ആജ്ഞാപിക്കൂല എന്നല്ല പറഞ്ഞത്, പൊതുവായിട്ട് പറയുകയാണ്. ആജ്ഞാപിക്കുക, അധികാര സ്വഭാവം കാണിക്കുക, സംരക്ഷിക്കുക, ചാടി ഇറങ്ങുക, ഞാൻ സംരക്ഷകനാണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുക. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവില്ല. ഒരു സന്ധ്യ ആകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പുറം ഒരു സൗണ്ട് കേൾക്കുകയോ ഒരു പ്രശ്നം വരിക ചെയ്താൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഓടി ഇറങ്ങി നോക്കുക, എടുക്കുക. നമ്മൾ പെണ്ണുങ്ങൾ അത്ര ചാടി ഇറങ്ങി പോകില്ല. അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന് വേണ്ടെങ്കിൽ ഒരു യാത്ര ചെയ്യണം, ഒരു ആൺകുട്ടി കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പാണ്. അപ്പോൾ ഈ സംരക്ഷിക്കുന്ന സ്വഭാവം, അതുപോലെ അധികാരം ചെലുത്തുക. അധികാരം ഇപ്പോൾ നമ്മുടെ വീട്ടിലറിയാം, വീട്ടിലൊക്കെ ഒരു 12, 13, 15 വയസ്സായ ഒരു പയ്യനുണ്ടെങ്കിൽ 25 വയസ്സായ ചേച്ചി ഉണ്ടെങ്കിലും ചേച്ചിയെ വരട്ടിയ സ്നേഹം കൊണ്ടാണ്, സ്നേഹമില്ലാതെയല്ല, എന്നാൽ നമ്മൾ കണ്ടിരിക്കും, വരട്ടുക, എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ടാകും. അധികാരം ചെലുത്തുക, ആജ്ഞാപിക്കുക, സംരക്ഷിക്കുക, ഗർവ് കാണിക്കുക, ഇതൊക്കെ സൂര്യന്റെ സ്വഭാവമാണ്. സൂര്യന്റെ രാശിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും, സൂര്യൻ നല്ല തീഷ്ണതയുള്ള ഗ്രഹമാണ്. ഇപ്പോൾ സൂര്യൻ ഒരു പുരുഷ ഗ്രഹമാണ്. പുരുഷ ഗ്രഹം എന്ന് പറഞ്ഞാൽ പുരുഷ തത്വം പ്രകടിപ്പിക്കും. ആജ്ഞാപിക്കുക, സംരക്ഷിക്കുക, അധികാരം ചെലുത്തുക തുടങ്ങിയ പുരുഷ തത്വങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് സൂര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരക സ്വഭാവം എന്നാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പറയേണ്ടത്, സൂര്യനെ നമ്മൾ പാപഗ്രഹത്തിന്റെ കൂട്ടത്തിലാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും സൂര്യന് പാപത്വം ചൊവ്വയും ശനിയും അപേക്ഷിച്ച് കുറവാണ്. അത് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും. സൂര്യന് പാപഗ്രഹം എന്ന് പറയേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കും എനിക്കുമൊക്കെ മനസ്സിനകത്ത് തോന്നും. സൂര്യനെ പ്രശംസിച്ചുകൊണ്ട് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, പിന്നെ എന്തിന് സൂര്യനെ പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നു? അതിന് ആചാര്യന്മാര് പറയുന്നത് 2 കാരണങ്ങൾ പറയുന്നു. നമുക്ക് ഈ പറയുക അത് മാത്രമേ നമുക്കറിയാവൂ. സൂര്യന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ഗ്രഹം വന്ന് ചാടിക്കൊടുത്താൽ നമുക്കറിയാമല്ലോ, മൗഢ്യം ഉണ്ടാവും. സൂര്യപ്രഭാവം കൊണ്ട് മൗഢ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രഹത്തിന് ബലമില്ലാത്തതായിട്ടാണ് കണക്കാക്കുന്നത്. മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസ്റ്റ് സ്റ്റേറ്റ്. സൂര്യന്റെ സാമീപ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ പവർ നഷ്ടപ്പെടും, അതിൻ്റെ രശ്മി ഉണ്ടാവില്ല. നമ്മൾ ഒരു ട്യൂബ് ലൈറ്റിന്റെ അടുത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. പ്രകാശത്തിന് പ്രാധാന്യം കിട്ടൂല. അതൊന്ന്. പിന്നെ പ്രശ്നം പഠിക്കുമ്പോൾ അധോമുഖ രാശി, തിര്യങ്മുഖ രാശി, ഊർധ്വാമുഖ രാശി എന്ന് പറഞ്ഞ് 3 രാശിയെ കുറിച്ച് പഠിക്കും. അത് സൂര്യന്റെ പ്രത്യേകതയാണ്. സൂര്യന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന രാശികളൊക്കെ അധോമുഖ രാശി എന്ന് പറയും. അപ്പോഴിങ്ങനെ അധോമുഖത്വം എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് മോഷൻ, ഒന്നിനൊന്നിന് അധോഗതി ഉണ്ടാവുക. അപ്പോൾ സൂര്യൻ ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നത് കൊണ്ടും സൂര്യന്റെ അധോമുഖത്വം കൊടുക്കുന്നത് കൊണ്ടും ആയിക്കൊള്ളാം അങ്ങനെ പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ സൂര്യന് വലിയ ഒരു പാപത്വമൊന്നും വേണ്ട. സൂര്യൻ ഒരു പാപഗ്രഹമൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്ന ആചാര്യന്മാരും ഇഷ്ടംപോലെ ഉണ്ട്. ഇത് സൂര്യന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെയും ഉണ്ട്. അപ്പോൾ സൂര്യൻ ഒരു പുരുഷഗ്രഹം, അത് പറഞ്ഞു. ഇനി അടുത്ത്, സൂര്യന് പാപത്വം കുറയാൻ വേറെ ഒരു കാര്യമുണ്ട്, അതും അറിഞ്ഞിരിക്കണം. ചൊവ്വ, ശനിയൊക്കെ തമോ ഗുണവും രാജസ ഗുണവുമുള്ള ഗ്രഹങ്ങളാണ്. ചൊവ്വ തമോ ഗുണമുള്ള ഗ്രഹം. സൂര്യൻ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധ്യ ഗുണമുള്ള ഗ്രഹമാണ്. സാധ്യ ഗുണത്തിന്റെ ആള് സൂര്യൻ, വ്യാഴം, ചന്ദ്രൻ. എല്ലാം കൂടി തെറ്റരുത്. സൂര്യൻ, വ്യാഴം, ചന്ദ്രൻ സാധ്വിക ഗുണമുള്ള ഗ്രഹമാണ്. അപ്പോൾ ചന്ദ്രൻ ഒരു ശുഭനാണ്, വ്യാഴം ഒരു ശുഭനാണ്.
ആ ശുഭന്മാർക്ക് വ്യാഴം നമുക്കറിയാം നല്ല ഗ്രഹമാണ്, എല്ലാ ദോഷങ്ങളെയും ഹനിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ചന്ദ്രൻ ജന്മത്തിന്റെ ആളാണ്, ലഗ്നം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രാധാന്യമുള്ളത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനെയും വ്യാഴത്തിനെയും നമ്മൾ സാധ്യ ഗ്രഹം എന്ന് പറഞ്ഞത് മനസ്സിലായി. ആ സാധ്യ ഗ്രഹങ്ങളുടെ പട്ടികയിൽ സൂര്യനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സൂര്യന് സാധ്യ ഗുണവും കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം പാപത്വം കുറയുന്നത്. ചൊവ്വയും ശനിയൊക്കെ തമോ ഗുണവും രാജസ ഗുണവുമുള്ള ഗ്രഹങ്ങളാണ്, തമോ ഗുണപ്രധാനിമാരാണ്. അപ്പോൾ അവർക്ക് പാപത്വം കൂടും. അപ്പോൾ സൂര്യൻ സാധ്യ ഗുണമുള്ള ഗ്രഹമാണ്, അതുകൊണ്ടായിരിക്കും സൂര്യന് പാപത്വം കുറയുന്നത്. അതും ഒരു കാരണമാണ്. അങ്ങനെ പാപത്വം സൂര്യന് സാധ്യ ഗ്രഹം ഗുണമുള്ള ഒരു ഗ്രഹമായത് അതുകൊണ്ട് കൂടിയാണ് അതിന്റെ പാപത്വം നമുക്ക് വളരെ കുറച്ചായിട്ട് നമ്മൾ കാണുന്നത്. ഇനി പൊരുത്തം നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുള്ള ആൾക്കാരുണ്ടാവും. ചൊവ്വയ്ക്കും ശനിക്കും കൊടുക്കുന്ന പാപത്വം സൂര്യന് കൊടുക്കാറില്ല. സൂര്യന് പാപത്വത്തിന്റെ എണ്ണം കുറച്ചേ കൊടുക്കുള്ളൂ, വളരെ കുറച്ചേ കൊടുക്കുള്ളൂ. സംഖ്യയൊക്കെ കൊടുക്കുന്ന സമയത്ത് ചൊവ്വയ്ക്ക് 5 കൊടുത്താൽ ശനിക്ക് 4 കൊടുക്കും, സൂര്യന് 1 കൊടുക്കുള്ളൂ, 1 പോയിന്റേ കൊടുക്കുള്ളൂ. അതിന് തെളിവുകളും കോരയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാലാത്മാ, അതിപ്പോഴെന്നെ പഠിക്കണം. കാലാത്മാ ദിനകൃത്, ആത്മബലം സൂര്യനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക്, ആത്മാവെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം ജീവനാണ്. ആ ജീവന്റെ കൂടെ പറയാം. ഫോട്ടോസിന്തസിസ് നമുക്ക് എല്ലാവർക്കും പ്രകാശ ക്രിയ ഇല്ലെങ്കിൽ പ്രപഞ്ചമുണ്ടോ? ഞാനും നിങ്ങളും നമ്മൾ കാണുന്ന മൃഗങ്ങള്, പക്ഷികള്, അതുപോലെ ചെടി കൊടികള്, ഇതൊക്കെ ജീവിക്കുന്നത് ആ ചെടികളെ ഉപയോഗിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. അപ്പോൾ സൂര്യപ്രഭാവം ഇല്ലാത്ത ഏതെങ്കിലും ഒരു ജീവി ഈ ലോകത്തുണ്ടോ? അങ്ങനെയുള്ള സൂര്യന് ജീവന്റെ കാരകത്വം കൊടുത്തിട്ടുള്ളതിൽ എന്താണ് തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ്. Every planet moves around the sun in an elliptical orbit, being the sun at one of the foci. ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ടാണ് അതിനെ രാജഗ്രഹം എന്ന് പറയുന്നത്. കാലാത്മാ ദിനകൃത്, ആത്മബലം കൊടുക്കേണ്ടത് സൂര്യനാണ്. ആത്മാവ് വേറിട്ടാൽ പിന്നെ ജഡമാണ്. സൂര്യൻ കാലത്തിന്റെ കാലത്തിന്റെ ആളാണ്, സമയത്തിന്റെ ആളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞതൊന്നും നോട്ടായിട്ട് വേണ്ട. ഒരു വ്യക്തിയെ പ്രവർത്തനക്ഷമമാക്കുന്നത് സൂര്യനാണ്. പിന്നെ സൂര്യൻ ഒരു പുരുഷഗ്രഹം. സൂര്യൻ, ചൊവ്വ, വ്യാഴം 3 പേരും പുരുഷഗ്രഹം. ചന്ദ്രൻ, ശുക്രൻ സ്ത്രീഗ്രഹം. ശനി, ബുധൻ നപുംസക ഗ്രഹം. അപ്പോൾ നപുംസക ഗ്രഹം എന്ന് വെച്ചാൽ, സ്ത്രീഗ്രഹം എന്ന് വെച്ചാൽ സ്ത്രൈണ സ്വഭാവം, സംരക്ഷിക്കപ്പെടുക. അപ്പോൾ പുരുഷ ഗ്രഹം എന്ന് പറഞ്ഞാൽ പുരുഷ തത്വം പ്രകടിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അധികാരം ചെലുത്തുക, സംരക്ഷിക്കുക, ഗർവ് കാണിക്കുക, ആജ്ഞാപിക്കുക, ഇതൊക്കെ പുരുഷതത്വം. സ്ത്രീ തത്വം എന്ന് വെച്ചാൽ സംരക്ഷിക്കപ്പെടുക, സംരക്ഷണം എപ്പോഴും ആവശ്യമുള്ളവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇനി നപുംസകത്വം എന്ന് പറഞ്ഞാൽ രണ്ടിലും പെടാത്തത്, അല്ലെങ്കിൽ രണ്ടിലും പെടുന്നത്, ഒരു വ്യക്തതയില്ലായ്മ. സ്ത്രീ സ്ത്രൈണ സ്വഭാവവും പ്രകടിപ്പിക്കും, പൗരുഷവും പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ രണ്ടും പ്രകടിപ്പിക്കൂല. അങ്ങനെയുള്ളതാണ് നപുംസക ഗ്രഹം. സ്ത്രീ സ്വഭാവവും സ്ത്രീ തത്വവും ഇല്ല, പുരുഷ തത്വവും ഇല്ല, അല്ലെങ്കിൽ സ്ത്രീ തത്വവും ഉണ്ട്, പുരുഷ തത്വവും ഉണ്ട് എന്ന് പറയുന്നതാണ് നപുംസക ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ ഗ്രഹങ്ങളുടെ ബലം ഹോരയിലെ 22ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരു ശ്ലോകം. യുഗ്മേഷു ലഗ്ന ശശിനോ സ്ത്രീ സചീല ഭൂഷണ യുധ സുഖദൃഷ്ടയോശ 22:2 അതിൽ പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനമൊക്കെ നമുക്കിപ്പോൾ വേണ്ട, നമുക്കിവിടെ ആവശ്യമില്ല. ഇനി ഇങ്ങനെയുള്ള സൂര്യൻ
പാപഗ്രഹമാകുന്നത് സൂര്യന് മൗഢ്യം കൊടുക്കാനുള്ള കഴിവുണ്ട്. സൂര്യപ്രകാശം കൊണ്ട് അടുത്ത് വരുന്ന ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാകും. പിന്നെ പ്രശ്നത്തിൽ അധോമുഖ രാശിയെ ചിന്തിക്കുന്നതും സൂര്യനെ കൊണ്ടാണ്. അതുകൊണ്ടായിരിക്കാം പാപഗ്രഹമായി കണക്കാക്കുന്നത്. എന്നാൽ സൂര്യന് ചൊവ്വയുടെയോ ശനിയുടെയോ അപേക്ഷിച്ച് പാപത്വം കുറവാണ്. കാരണം സൂര്യൻ സാധ്യ ഗ്രഹമാണ്. സാധ്യ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴവും ചന്ദ്രനും സൂര്യനും. രണ്ട് ശുഭം. വ്യാഴം ലക്ഷം ദോഷത്തിനെ ഹനിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് സാധ്യ ഗ്രഹം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ചന്ദ്രൻ എന്ന് പറയുന്നത് ജന്മമാണ്. നമ്മൾ ലഗ്നം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതും ദശ കണക്കാക്കുന്നതും പൊരുത്ത വിഷയങ്ങൾ കണക്കാക്കുന്നതും എല്ലാം ചന്ദ്രനെ വെച്ചിട്ടാണ്. ചന്ദ്രന് ഭയങ്കര പ്രാധാന്യമുണ്ട്. പൊരുത്തം, വിവാഹ പൊരുത്തം തന്നെ ചന്ദ്രന്റെ കളിയാണ് അത്രയും. നക്ഷത്രം, അതായത് നക്ഷത്രം, രാശി, രാശിയാധിപൻ, വശ്യം, ഗണം, ഇതെല്ലാം നക്ഷത്രം വെച്ചിട്ട് അത് ചന്ദ്രന്റെ സ്ഥിതി. വ്യാഴം സാധ്യ ഗ്രഹം എന്ന് പറയാൻ കാര്യം വ്യാഴം എല്ലാ ദോഷത്തിനെയും കനിപ്പിക്കാനുള്ള കഴിവ് വ്യാഴത്തിനാണ്. ആ കൂട്ടത്തിൽ സൂര്യനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുക്രനെ ഉൾപ്പെടുത്തിയിട്ടില്ല, ബുധനെ ഉൾപ്പെടുത്തിയില്ല, ശനി ചൊവ്വയെ ഉൾപ്പെടുത്തിയില്ല. മറ്റു ശുഭന്മാരെയോ പാപന്മാരെയോ ഉൾപ്പെടുത്താതെ സൂര്യനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂര്യന് ശുഭത്വം ഉണ്ടെന്ന് പറയേണ്ട കാര്യം. ഒന്നും അറിഞ്ഞുകൂടാതെ ആചാര്യൻ എങ്ങനെ ചെയ്യുമോ? അപ്പോൾ സൂര്യൻ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, അതും കൂടി പറഞ്ഞിട്ട് നോട്ട് എഴുതാം. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ 8ാമത്തെ ശ്ലോകം. ബുക്കുള്ളവരെ എടുത്തു വെച്ച് നോക്കാം, കുഴപ്പമില്ല. ഇല്ലാത്തവർ ആ ചെറിയ ബുക്ക് അത്യാവശ്യമായിട്ട് വാങ്ങണം. 2 പോരാ, 2 മധു പിങ്ങളദൃക് ചതുരസ്രതനു പിത്തപ്രകൃതി സവിതാവൽപകജ. ഇത് സൂര്യനെ കുറിച്ച് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ കാരകത്വമായിട്ട് കണക്കാക്കുന്നതാണ്. മധു പിങ്ങളദൃക്, മധു പിങ്ങള, മധു തേൻ നിറമുള്ള, പിങ്ങള നിറമുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ രാശിയിൽ ജനിക്കുക, ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, ലഗ്നത്തിന് സൂര്യന്റെ ദൃഷ്ടി വരിക, ഇങ്ങനെയൊക്കെ വരണം. സൂര്യന്റെ രാശിയിൽ ജനിക്കുക, ചിങ്ങൻ രാശിയിൽ ജനിക്കുക. ലഗ്നമോ ചന്ദ്രനോ ചിങ്ങൻ രാശി ആയാൽ മതി. അല്ലെങ്കിൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, ലഗ്നത്തിൽ സൂര്യൻ വീക്ഷിക്കുക. ഇങ്ങനെയൊക്കെ വന്നാൽ ഇതൊക്കെ പറയാം. മധു പിങ്ങള ദൃക്ക്, ദൃക്ക് കണ്ണ്, തേൻ നിറമുള്ള അല്ലെങ്കിൽ പിങ്ങള നിറമുള്ള കണ്ണുകൾ. ഈ കണ്ണുകൾ പിങ്ങല നിറം, തേൻ നിറം, പിങ്ങല നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങിയ കണ്ണുകൾ എന്നുള്ള അർത്ഥമല്ലേ? ശരിയല്ലേ? ശരിയാണോ? ആരെങ്കിലും പറയണം. സ്വാഭാവിക നിറമല്ലാതെ വേറെ ഏതെങ്കിലും? അതെ, മധു പിങ്ങളത്തെ തേൻ നിറമുള്ള, പിങ്ങള നിറമുള്ള കണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലങ്ങിയ കണ്ണുകൾ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അതായത് ദേഷ്യത്തിന്റെ സൂര്യന്റെ രാശിയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ദേഷ്യത്തിന്റെ ഒരു പ്രഭാവം സൂര്യനുണ്ട്. മധു പിങ്ങളത്തിൽ ചതുരസ്രതനു, അത് വളരെ പ്രധാനമാണ്. പൊക്കവും വണ്ണവും ഒരേ അളവിലുള്ളത്. പൊക്കവും വണ്ണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചളവ് എടുക്കുന്നതല്ല. രണ്ട് കൈയും കൂടി ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ, 2 സൈഡായിട്ട് ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ നടുവിരൽ ടു നടുവിരൽ വരെ വരുന്ന ഡിസ്റ്റൻസ്, 2 ഇങ്ങനെ നെഞ്ചിനെ വിടർത്തി നീട്ടി പിടിക്കുക. ഇങ്ങനെ 2 കൈയും നീട്ടി പിടിച്ചിട്ട് നടുവിരൽ ടു നടുവിരൽ വരുന്ന ഡിസ്റ്റൻസും ഹൈറ്റും സെയിം ആയിരിക്കും സൂര്യന്റെ രാശിയിലൊക്കെ ജനിക്കുന്നുണ്ട്. അതായത് വാസ്തുവിൽ പറയും ഉത്തമ പുരുഷന്റെ ലക്ഷണമാണിതെന്ന് പറയും. ഉത്തമ പുരുഷന്റെ ലക്ഷണം. അപ്പോൾ സൂര്യനെ നോക്കിക്കൊള്ളും, വേറെ ആർക്കും ഈ പ്രത്യേകത പറയുന്നില്ല. സൂര്യന് മാത്രമാണ് ചതുരസ്ര തനു എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും പറയുന്നത് പൊക്കം കൂടി വണ്ണം കുറഞ്ഞ്, അല്ലെങ്കിൽ എങ്ങനെ പറയും,
ഞരമ്പുകൾ പുറത്ത് കാണാൻ കഴിയുന്നത്, മെലിഞ്ഞ ശരീരം, ശുക്രനും ഓരോ രാശികളെയും കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത് ചതുരശ്ര തനു, പൊക്കവും വണ്ണവും ഒരേപോലെ. പൊക്കം കുറവെങ്കിൽ വണ്ണവും കുറവായിരിക്കും, പൊക്കം കൂടുതലെങ്കിൽ വണ്ണവും കൂടുതലായിരിക്കും. സാധാരണയായിട്ട് പൊക്കം കൂടുതൽ വരാനാണ് ചാൻസ് കൂടുതൽ. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവും ഉള്ള ആൾക്കാരായിരിക്കും. എന്നാൽ പൊക്കം കുറഞ്ഞ് വണ്ണം കുറഞ്ഞ ആൾക്കാരും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ചതുരശ്ര തനു, അപ്പോഴും മധു പിങ്ങള ദൃക്, ചതുരശ്ര തനു, പിത്തപ്രകൃതി. അതായത് നമ്മൾ ത്രിദോഷങ്ങൾ പറയുമ്പോൾ വാത പിത്ത കഫം, അതിൽ പിത്തത്തിന്റെ കാരകത്വം സൂര്യനും ചൊവ്വയ്ക്കും. സൂര്യനും ചൊവ്വയും പിത്തത്തിന്റെ ആളുകളാണ്. പിത്തപ്രകൃതി, പിത്തത്തിന്റെ കാരകത്വം സൂര്യന്. പിത്തപ്രകൃതി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ നിങ്ങൾ പിത്തത്തിന്റെ പ്രകൃതിയാണെന്ന് പറഞ്ഞാൽ അവർ പേടിച്ചു പോകും. പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ പറയുന്ന എന്താന്ന്, ഒരു ശരീരമൊക്കെ വിളറി ഇരിക്കുന്ന ഒരവസ്ഥയാണ്, ഒരു അവിച്ചു ഊറ്റി പോലെ ഇരിക്കുന്ന ഒരവസ്ഥ എന്നാണ് നമ്മളൊക്കെ കൊച്ചുകാലത്തൊക്കെ കേട്ടിട്ടുള്ളത്. പിത്തപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള ശരീരമായിരിക്കും, ശരീരത്തിന് നല്ല തിളക്കം ഉണ്ടാവും, നല്ല ചൂടുള്ള ശരീരം, തിളക്കം ഉണ്ടാവും. അതാണ് പിത്തപ്രകൃതി. വാതപ്രകൃതി എന്ന് വെച്ചാൽ മെലിഞ്ഞ ശരീരം, മൂവ്മെന്റ് ഡിസോർഡർ ഒക്കെ ഉണ്ടാവാൻ വഴിവരും. കഫം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ശരീരം, ജലാംശം കൂടിയത്, കഫം. ഇതാണ് നമ്മൾ എടുക്കാറുള്ളത്, ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ പിത്തപ്രകൃതി, സൂര്യന്റെ പ്രകൃതം പിത്തപ്രകൃതം. ത്രിദോഷങ്ങളിൽ സൂര്യൻ പിത്തത്തിന്റെ കാരകത്വമുള്ള ഗ്രഹമാണ്. ത്രിദോഷ കാരകത്വം പറയുമ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പഠിക്കുന്നുണ്ട്, വാതപിത്ത കഫങ്ങളാണ് അസുഖത്തിനുള്ള കാരണം. ഏതൊരു അസുഖത്തിനും വാതപിത്ത കഫമാണ് കാരണം. അവർ തരുന്ന മരുന്നും അങ്ങനെ തരുള്ളൂ. വാതമോ പിത്തമോ കഫമോ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നേ അവർ തരുള്ളൂ. അപ്പോൾ പിത്തപ്രകൃതി, പിത്തപ്രകൃതമാണ് സൂര്യൻ. എന്ന് പറഞ്ഞാൽ ചൂടുള്ള ശരീരവും തിളക്കമാർന്ന ശരീരവുമായിരിക്കും സൂര്യൻ. ഇതുപോലെ ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രങ്ങളിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ചൂടായിരിക്കും, ഹീറ്റായിരിക്കും, നല്ല തിളക്കമാർന്ന ശരീരമായിരിക്കും എന്നാണ് പറയുന്നത്. സവിതാവ്, സവിതാവ് എന്ന് വെച്ചാൽ സൂര്യൻ. അല്പകച, തലമുടി കുറവായിരിക്കും. തലമുടി കുറവ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തലമുടി കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് സൂര്യന് എന്തിൻ്റെയൊക്കെ കാരകത്വം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് കാലാത്മാ ദിനകൃത്, ആത്മാവിന്റെ കാരകത്വം സൂര്യന്. സമയ സംബന്ധമായ കാര്യം സൂര്യൻ എന്ന് പഠിച്ചു, സെക്കൻഡുകൾ, മിനിറ്റ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മധു പിങ്ങളതൃ, ചതുരശ്ര തനു, പിത്തപ്രകൃതി, സവിതാവ്, അല്പകച. അല്പകച, തലമുടിയുടെ കാരകത്വം സൂര്യനുണ്ട്. ചതുരശ്രതനു, ചതുരാകൃതിയിലുള്ള വസ്തുക്കള് സൂര്യന് കാരകത്വം ഉണ്ട്. തേൻ, മധു പിങ്ങളതൃ, തേനിന്റെ കാരകത്വം സൂര്യനുണ്ട്. ദൃക്ക്, കണ്ണ്, അതാണ് ഏറ്റവും പ്രധാനം, കണ്ണിന്റെ കാരകത്വം സൂര്യനുണ്ട്. പിത്തപ്രകൃതത്തിന്റെ കാരകത്വം സൂര്യനുണ്ട്, പിത്തത്തിന്റെ കാരകത്വം സൂര്യനുണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാം ഇതിൽ നിന്ന്. മധു പിങ്ങളതൃ, ചതുരശ്രതനു, പിത്തപ്രകൃതി, സവിതാവ്, അല്പകച എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി. ഇങ്ങനെ ഈ ഒരു സെന്റൻസ് ഓർമ്മയിരുന്നു കഴിഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എല്ലാം കിട്ടിക്കൊള്ളുന്നു. അപ്പോൾ ഒരു മധു പിങ്ങളതൃക്ക് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ ഓർമ്മ വരും തേൻ നിറമുള്ള കണ്ണുകള്, അതായത് ഇളം മഞ്ഞ നിറമുള്ള കണ്ണുകള്, പിങ്ങള നിറമുള്ള കണ്ണുകളാണ്. കണ്ണിന്റെ കാരകത്വം സൂര്യനുണ്ട്. ചതുരശ്ര തനു, പൊക്കവും വണ്ണവും ഒരുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള വസ്തുക്കളുടെ കാരകത്വം സൂര്യനുണ്ട്. ഇതൊക്കെ മനസ്സിലാകും. ചതുരശ്ര. പിത്തപ്രകൃതി, പിത്തത്തിന്റെ കാരകത്വം ശരീരം ചൂടുള്ളതായിരിക്കും, തിളക്കമാർന്ന ശരീരമായിരിക്കും. സവിതാവ് എന്ന് വെച്ചാൽ സൂര്യൻ. അല്പകച, തലമുടി കുറവായിരിക്കും, അത് സൂര്യൻ ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രത്തിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ തലമുടി കുറവായിരിക്കും. ശരി, ഇത്രയും ഒന്ന് എഴുതാമോ? എല്ലാവരും നോട്ടുണ്ടോ?
നോട്ട്ബുക്ക് ഉണ്ട് സാർ. ശരി, ഒന്ന് എഴുതണം. നോട്ട് പരമാവധി പേപ്പറിൽ എഴുതുന്നവർ വീട്ടിൽ പോയിട്ട് ഡയറിക്കകത്താക്കിക്കണം. ഡയറിക്കകത്തായി നിങ്ങൾ സൂക്ഷിച്ചിട്ടേക്കണം. കുറെ കഴിഞ്ഞ് നിങ്ങൾ പ്രസിദ്ധന്മാരായ ജ്യോത്സ്യരാകുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് റെഫർ ചെയ്താൽ വളരെ നന്നായിരിക്കും. പോര പഠിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. തുടക്കം ഇങ്ങനെ തന്നെ എഴുതിക്കൊള്ളു. സൂര്യൻ എന്ന് കെട്ടിക്കിട്ടിട്ട് കാലാത്മാ ദിനകൃത്. കാലാത്മാ ദിനകൃത് ഒരു കൊട്ടേഷൻ്റെ അകത്തിട്ടുള്ളു. ആത്മാവിന്റെ കാരകത്വം സൂര്യനുണ്ട്. ആത്മാവിന്റെ കാരകത്വം സൂര്യനുണ്ട്. ആത്മാവ് എന്നത് ജീവനെ സൂചിപ്പിക്കുന്നു. ആത്മാവ് എന്നത് ജീവനെ സൂചിപ്പിക്കുന്നു. ജീവൻ ഇല്ലെങ്കിൽ പിന്നെ ജഡമാണ്. ജീവനില്ലെങ്കിൽ പിന്നെ ജഡമാണ്. ഏറ്റവും പ്രധാനം ജീവൻ തന്നെയാണ്. ഏറ്റവും പ്രധാനം ജീവൻ തന്നെയാണ്. അങ്ങനെയുള്ള ജീവന്റെ കാരകത്വം സൂര്യന് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഉള്ള ജീവന്റെ കാരകത്വം സൂര്യന് കൊടുത്തിട്ടുള്ളത് സൂര്യന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. സൂര്യന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ സൂര്യന് ദിനകൃത് എന്ന നാമമാണ് കൊടുത്തിട്ടുള്ളത്. സൂര്യന് ദിനകൃത് എന്ന നാമമാണ് പറയുന്നത്. ദിനത്തെ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. ദിനത്തെ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. അതായത് സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, പകൽ രാത്രി. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, പകൽ രാത്രി. ദിവസം, ആഴ്ച, മാസം, ഋതു, അയനം, ദക്ഷിണായനം, ഉത്തരായനം. അതാണ് അയനം. സംവത്സരം, വർഷം. സംവത്സരം, യുഗം. ഇതൊക്കെ സമയ സംബന്ധമായതാണ്.
സമയസംബന്ധമായതാണ്. ദിനത്തെ സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ദിനത്തെ സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ദിനത്തെ സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സമയ സംബന്ധമായ വിഷയങ്ങളുടെ കാരകത്വം സൂര്യൻ എന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞ സമയ സംബന്ധമായ വിഷയങ്ങളെ സൃഷ്ടിക്കുന്നത് സൂര്യൻ എന്ന് മനസ്സിലാക്കാം. അടുത്ത ലൈറ്റ്. സൂര്യൻ പുരുഷഗ്രഹമാണ്. സൂര്യൻ, ചൊവ്വ, വ്യാഴം. 3 പേരും പുരുഷഗ്രഹങ്ങൾ. ചന്ദ്രനും ചൊവ്വയും സ്ത്രീഗ്രഹങ്ങൾ. ചന്ദ്രനും ശുക്രനും ആണോ സാർ? ചന്ദ്രനും ചൊവ്വയല്ല, സോറി. ചന്ദ്രനും ശുക്രനും സ്ത്രീഗ്രഹങ്ങൾ. ശനിയും ബുധനും നപുംസകഗ്രഹങ്ങൾ. ബുധനും ശനിയും നപുംസകഗ്രഹങ്ങൾ. പുരുഷഗ്രഹം എന്നത് പുരുഷതത്വത്തെ പ്രകടിപ്പിക്കുന്നതാണ്. ആജ്ഞാപിക്കുക, സംരക്ഷിക്കുക, അധികാരം ചെലുത്തുക, ഗർവ് തുടങ്ങിയവയാണ് പുരുഷതത്വം. സ്ത്രീതത്വം എന്നത് സംരക്ഷിക്കപ്പെടുന്നതാണ്. നപുംസകത്വം എന്നത് ഇത് രണ്ടും പ്രകടിപ്പിക്കുന്നതാണ്. അടുത്ത ലൈനിൽ സൂര്യനെ ഒരു പാപഗ്രഹമായാണ് കണക്കാക്കുന്നത്.
സൂര്യനെ ഒരു പാപഗ്രഹമായാണ് കണക്കാക്കുന്നത്. അതായത് സൂര്യൻ മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം നൽകുന്നു. സൂര്യൻ മറ്റ് ഗ്രഹങ്ങൾക്ക് മൗഢ്യം നൽകുന്നു. പ്രശ്നം പഠിക്കുമ്പോൾ അധോമുഖരാശി, ഊർധ്വമുഖരാശി, ഊർധ്വമുഖരാശി, തിര്യങ്മുഖരാശി, തി ര്യ ഇങ്, ങായില് ചന്ദ്രകല, തി ര്യ ഇങ് മുഖരാശി. ഇവയെ തീരുമാനിക്കുന്നത് സൂര്യനാണ്. അതുകൊണ്ട് പാപഗ്രഹമായി കണക്കാക്കപ്പെടാം. അതുകൊണ്ടായിരിക്കാം എന്നേ പറയുന്നു. അതുകൊണ്ടായിരിക്കാം പാപഗ്രഹമായി കണക്കാക്കുന്നത്. സൂര്യൻ ഒരു സാത്വിക ഗ്രഹമാണ്. സൂര്യൻ ഒരു സാത്വിക ഗ്രഹമാണ്. ഗുരു, ചന്ദ്രൻ എന്നീ ശുഭന്മാരും സൂര്യനുമാണ് സാത്വിക ഗ്രഹം. ഗുരു, ചന്ദ്രനും സൂര്യനുമാണ് സാത്വിക ഗ്രഹം. അതുകൊണ്ട് തന്നെ സൂര്യന്റെ പാപത്വം വളരെ കുറയുന്നു. അടുത്തടിക്കണം ശ്ലോകം. ഓര 8-1. മധു പിങ്ങളതൃക് സാറേ 8-ൽ 2 അല്ലയോ സർ? സോറി 2-8. 2-8 2-8 8-ൽ 2 അല്ല, 2-8. രണ്ടാമത്തെ ചാപ്റ്റർ 8. മധു പിങ്ങളതൃക് ചതുരസ്രതനു പിത്തപ്രകൃതി സവിത അല്പകച. മധു പിങ്ങളതൃക് ചതുരസ്രതനു പിത്തപ്രകൃതി സവിത അല്പകച. തേൻ നിറമുള്ളതും പിങ്ങല നിറമുള്ളതുമായ കണ്ണുകൾ. തേൻ നിറമുള്ളതും പിങ്ങല നിറമുള്ളതുമായ കണ്ണുകൾ. ചതുരാകൃതിയിലുള്ള ശരീരപ്രകൃതം. എന്നിവ സൂര്യന്റേതാണ്.
ചതുരാകൃതി എന്നാൽ പൊക്കവും വണ്ണവും തുല്യമായതാണ്. പൊക്കവും വണ്ണവും തുല്യമായതാണ്. അതായത് കണ്ണിൻ്റെയും ചതുരാകൃതിയിലുള്ള വസ്തുക്കളുടെയും കാരകത്വം സൂര്യനാണ്. കണ്ണിൻ്റെയും ചതുരാകൃതിയിലുള്ള വസ്തുക്കളുടെയും കാരകത്വം സൂര്യനാണ്. അടുത്ത് ത്രിദോഷങ്ങളിൽ പിത്തത്തിന്റെ കാരകത്വം സൂര്യനാണ്. ത്രിദോഷങ്ങളിൽ പിത്തത്തിന്റെ കാരകത്വം സൂര്യനാണ്. പിത്തത്തിന്റെ കാരകത്വം തിളക്കമുള്ള ശരീരവും ഉഷ്ണ ശരീരവുമായിരിക്കും. തിളക്കമുള്ള ശരീരവും ഉഷ്ണ ശരീരവുമായിരിക്കും. തിളക്കമുള്ള ശരീരവും ഉഷ്ണ ശരീരവുമായിരിക്കും. തലമുടി കുറഞ്ഞവരായിരിക്കും. തലമുടി കുറഞ്ഞവരായിരിക്കും. സൂര്യന്റെ രാശിയിൽ ജനിക്കുക. സൂര്യന്റെ രാശിയിൽ ജനിക്കുക. സൂര്യൻ ലഗ്ന കേന്ദ്രങ്ങളിൽ ബലവാനായി വരിക. ലഗ്ന കേന്ദ്രങ്ങളിൽ ബലവാനായി വരിക എങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. ശരി, ഇനി നോട്ട് ക്ലോസ് ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കുന്നു. പിതൃകാരകത്വം സൂര്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാരകത്വം പിതൃകാരകത്വം സൂര്യന്. ആദ്യം ജീവന്റെ കാരകത്വം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിതൃകാരകത്വം പിതാവിന്റെ കാരകത്വം സൂര്യൻ. രാജഗ്രഹമാണ് സൂര്യൻ. രാജാവിന്റെ കാരകത്വം സൂര്യന്. പിന്നെ ദേവന്മാരിലെ ശിവനും ശിവഗണങ്ങളുടെയും കാരകത്വം സൂര്യൻ. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് നോക്കിക്കൊള്ളണം. ജീവന്റെ കാരകത്വം സൂര്യന് പഠിച്ചു. അടുത്ത് പിതാവിന്റെ കാരകത്വം സൂര്യന്, രാജാവിന്റെ കാരകത്വം സൂര്യന്, പിന്നെ ദേവന്മാരില് ശിവന്റെ കാരകത്വം സൂര്യന്. ചില സ്ഥലങ്ങളില് വിഘ്നേശ്വരന്റെ കാരകത്വവും വരും. അത് ദേവപ്രശ്നം പഠിക്കുമ്പോഴേ മനസ്സിലാവും. വിഘ്നേശ്വരന്റെ കാരകത്വവും സൂര്യന് വരും. അപ്പോൾ നോക്കിക്കൊള്ളണം. നമ്മുടെ ഗ്രഹത്തിന്റെ ലൈറ്റായിട്ടൊന്ന് പറയാം. ഇത് എഴുതാൻ വേണ്ടിയല്ല, രണ്ടാമതൊക്കെ എഴുതാം. രാജാവ് സൂര്യൻ, രാജ്ഞി ചന്ദ്രൻ, സേനാനായകൻ ചൊവ്വ, രാജകുമാരൻ ബുധൻ, രാജമന്ത്രി ഗുരുവും ശുക്രനും, ഭൃത്യൻ ജോലിക്കാരൻ ശനി. ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണ്? രാജാവ് എന്നല്ലോ. അതിന് സൂര്യൻ കൊടുത്തു. ഇനി അച്ഛൻ സൂര്യൻ, അമ്മ ചന്ദ്രൻ,
സഹോദരൻ ചൊവ്വ, അമ്മാവൻ ബുധൻ, സന്താനം വ്യാഴം, ഭാര്യ ചൊവ്വ, ജോലിക്കാരൻ ശുക്രൻ, ജോലിക്കാരൻ ശനി. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയും അച്ഛനും. അമ്മയും അച്ഛനിലും അച്ഛനെ സൂര്യനും. ദേവന്മാരിലെ ഏറ്റവും തീഷ്ണത കൂടിയതും ഉഗ്രരൂപിയായത് ശിവൻ. അതിനെയും സൂര്യന് കൊടുത്തു. അപ്പോൾ സൂര്യന്റെ പ്രാധാന്യം നോക്കിക്കൊള്ളണം, എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന്. സമൂഹത്തിലെ ഉന്നത സ്ഥാനം രാജാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം ജീവൻ. സമൂഹത്തിൽ ഉന്നത സ്ഥാനം രാജാവ്, ബന്ധത്തില് അമ്മയും അച്ഛനും, അതിൽ അച്ഛൻ. ദേവന്മാരിൽ ശിവൻ, ശിവനും വിഷ്ണുവും, അതിൽ ശിവൻ. ഇതാണ് സൂര്യന്റെ പ്രത്യേകത. നമ്മൾ സൂര്യൻ ബലമില്ലാതെ വന്നാൽ ശിവാരാധന നടത്താനാണ് പറയുന്നത്. ഓം നമ ശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ പറയും. ശിവക്ഷേത്രത്തിൽ പോകാൻ പറയും. ശിവന് നെയ്വിളക്ക് കത്തിക്കാൻ പറയും. പിന്നെ ഇങ്ങനെ പല പല കാര്യം പറയും. ശിവാരാധനയാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ സർക്കാർ കാര്യങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സർക്കാർ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് സൂര്യനെ നോക്കും, സൂര്യന് ബലമുണ്ടോ എന്ന്. സൂര്യൻ നല്ല സ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടണം എന്നല്ല പറഞ്ഞ സാധ്യതയുണ്ട്. അതുപോലെ ജ്യോതിഷം ഒരിടത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകേ ഭാനു എന്ന് പറയുന്നുണ്ട്. മിഥുനത്തിൽ സൂര്യൻ നിന്നാൽ വിദ്യ ജ്യോതിഷ വിദ്യകൾ ഉണ്ടാവുന്നു. ജ്യോതിഷത്തിന്റെ കാരകത്വം സൂര്യനുണ്ട്. രാജകാര്യങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്യോതിഷം, സർക്കാർ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ പ്രതാപത്തിന്റെ കാരകത്വം സൂര്യനാണ്. പ്രതാപത്തിന്റെ കാരകത്വവും സൂര്യനാണ്. ഇനി അടുത്ത് ശരീരത്തിൽ വരുമ്പോൾ കണ്ണ്, ഇപ്പൊ നമ്മൾ പഠിച്ചു. കണ്ണ്, പല്ല്, അസ്ഥി, അതുപോലെ പിത്തഗ്രന്ഥി, ഹൃദയത്തിന്റെ കീഴറ. ഹൃദയമൊക്കെ വരുന്നത് ചന്ദ്രനാണ്. അതിന്റെ അടിഭാഗം, ഹൃദയത്തിന്റെ അടിഭാഗം വരുന്നത് സൂര്യനാണ്. ഇതെല്ലാം സൂര്യന്റെ കാരകത്വമാണ്. സൂര്യൻ വീക്കായിരുന്നു കഴിഞ്ഞാൽ പിത്തഗ്രന്ഥിക്ക് കുഴപ്പമുണ്ടാകും, ഹൃദയത്തിന്റെ കീഴറയ്ക്ക് കുഴപ്പമുണ്ടാകും, പിന്നെ അസ്ഥി രോഗങ്ങൾ വരും, പല്ലിന് രോഗങ്ങൾ വരും, മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ വരും, ഉഷ്ണരോഗങ്ങൾ വരും. ഇതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തലവേദന വരും. കണ്ണ് രോഗങ്ങൾ, കണ്ണിന്റെ കാരകത്വം സൂര്യനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് ആകുമ്പോൾ സൂര്യൻ ഓരോ രാശിയിൽ നിൽക്കുന്ന ഫലം പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരും. അത് അടുത്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കേണ്ടത് സൂര്യനെ വെച്ച പിതാവിന്റെ കാരകത്വം സൂര്യനാണ്. അതുപോലെ ശിവാരാധനയുടെ കാരകത്വം, സൂര്യനെ കൊണ്ട് ചിന്തിക്കേണ്ട ദേവൻ ശിവനാണ്. ശിവാരാധന സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. പ്രതാപം സൂര്യനുമായി ബന്ധപ്പെട്ടാണ്. രാജകാര്യങ്ങള്, സർക്കാർ കാര്യങ്ങള്, ജ്യോതിഷം, ഇതെല്ലാം. ലീഡർഷിപ്പ് ക്വാളിറ്റി, സൂര്യനും ചൊവ്വയ്ക്കൊക്കെ ബലം വന്നു കഴിഞ്ഞാൽ നല്ല ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാവും. പുറത്തിറങ്ങിയാൽ നല്ല വിലയും കാര്യവും നിലയും ഒക്കെ ഉണ്ടാവും. ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ സൂര്യന് വരുന്ന രോഗങ്ങൾ, സൂര്യന് ബലമില്ലെങ്കിൽ വരുന്ന രോഗങ്ങൾ: തലവേദന, കണ്ണ് രോഗം, അസ്ഥിക്ക് രോഗം, ഉഷ്ണരോഗങ്ങൾ, അലർജി വരാം, പല്ലിന് രോഗം, അസ്ഥിക്ക് രോഗം, മാനസിക പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം വരാം. ഇതെല്ലാം സൂര്യനുമായി ബന്ധപ്പെട്ട് വരുന്ന, സൂര്യന്റെ കാരകത്വത്തിൽ വരുന്നതാണ്. ഇനി അടുത്തത്, നമ്മൾ സാധാരണയായിട്ട് ഈ പ്രശ്നം വയ്ക്കുമ്പോഴും ജാതകമൊക്കെ നോക്കുമ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്
വിവാഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ സന്താന ലബ്ധി, അത് ഇന്നത്തെ കാലത്ത് ഒരു ഭയങ്കര പ്രശ്നമാണ്. അത് കഴിഞ്ഞ് വീട് വയ്ക്കുക, ജോലി കിട്ടുക. വീട്, ജോലി, വിവാഹം, ഇത്രയും പ്രധാന വിഷയങ്ങളാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം കുട്ടികൾ പഠിക്കുമോ എന്ന് ചോദിക്കും. ആദ്യം നന്നാ പഠിക്കുമോ, ഡോക്ടറാകുമോ, എഞ്ചിനീയർ ആകുമോ, എപ്പോഴും ജോലി കിട്ടും, എപ്പോഴെനിക്കൊരു വീട് വയ്ക്കാൻ പറ്റി. ഇപ്പോൾ വീടൊക്കെ ഭയങ്കര ക്രൈസാണ്. പണ്ട് കാലം വയ്ക്കും പോലെയല്ല, വീടൊരു ഭയങ്കരമായ അസറ്റാണ്. അപ്പോൾ സൂര്യനെ കൊണ്ട് വീടിനെ എങ്ങനെ ചിന്തിക്കാം? ഓരയില് 5-19 ശ്ലോകത്തിൽ വരുന്നതാണ് ഈ പറയുന്നത്. 5-19 വരും. ജീർണം സംസ്കൃതമർക്കജേഷിതു സുതേ ദത്തം നവം ദൃഢം, മയമുള്ള കെട്ടിടം. സൂര്യൻ 4-ൽ നിന്നാൽ, ഒരു പ്രശ്നം വയ്ക്കുമ്പോഴായാലും ജാതകത്തിലായാലും സൂര്യൻ 4-ൽ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ വലുതല്ലാത്ത മയമുള്ള കെട്ടിടം, പ്രധാനമായിട്ടും തടിക്ക് പ്രാധാന്യമൊക്കെ കൊടുത്തുള്ള കെട്ടിടം. ഈ സൂര്യന്റെ രാശിയിലൊക്കെ ജനിക്കുന്ന ആൾക്കാർക്കും ഈ നമ്മുടെ ഫർണിച്ചർ, തടിക്കൊക്കെ ഭയങ്കര ക്രൈസ് ഉണ്ടാവും. അപ്പോൾ സൂര്യൻ ജാതകത്തിലോ പ്രശ്നത്തിലോ സൂര്യൻ 4-ൽ നിൽക്കുകയാണെങ്കിൽ വളരെ മയമായ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകാൻ ഇടവരും. ഇത് വലിയ കെട്ടിടമൊന്നും വയ്ക്കാൻ ചാൻസ് കുറവായിരിക്കും. ഇവർക്ക് പിന്നെ തടിക്ക് പ്രാധാന്യം ഉണ്ടാകുന്ന കെട്ടിടങ്ങൾ ഉണ്ടാകും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇനി സൂര്യൻ ഒരു പ്രത്യേകത വരുന്നത്, പുരുഷ ജാതകത്തില് സൂര്യന് ബലമില്ലെന്നുണ്ടെങ്കിൽ ബീജബലം കുറയാൻ ഒരു സാധ്യതയുണ്ടാവും. സൂര്യന്റെ ബലം, സൂര്യനും ശുക്രനും ബലം വേണം. പുരുഷ ജാതകത്തില് സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിലേ ബീജബലം ഉണ്ടാവുകയുള്ളൂ. ബീജത്തിന്റെ കാരകത്വം ശുക്രൻ കൊണ്ട് സൂര്യനുണ്ട്. ഇത്രയും എഴുതണോ, ഇനി ഒന്നുകൂടി പറയണോ? എഴുതാമോ? എഴുതാം സാർ. എഴുതണം. ജീവന്റെ കാരകത്വം സൂര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ജീവന്റെ കാരകത്വം സൂര്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിതാവിന്റെ കാരകത്വം സൂര്യനാണ്. രാജാവ്, സർക്കാർ കാര്യങ്ങൾ, ഇവയുടെ കാരകത്വവും സൂര്യനാണ്. ജ്യോതിഷം, പ്രതാപം, ലീഡർഷിപ്പ്, ശിവാരാധന, ഇവയും സൂര്യനെ കൊണ്ട് ചിന്തിക്കാം. സൈഡ് കയറ്റി
രോഗങ്ങൾ. സൂര്യന് ബലമില്ലെങ്കിൽ പിത്തസംബന്ധമായ രോഗങ്ങൾ, ഉഷ്ണരോഗം, പിത്തഗ്രന്ഥിയിലെ രോഗങ്ങൾ, ഹൃദയത്തിന്റെ കീഴറ, പല്ല്, അസ്ഥി എന്നിവയ്ക്ക് രോഗം. മാനസിക തലവേദന, നയനരോഗങ്ങൾ, ഇവയും സൂര്യന്റെ രോഗങ്ങൾ. ജാതകത്തിലോ പ്രശ്നത്തിലോ നാലിൽ സൂര്യൻ നിന്നാൽ മയമുള്ളതും ദൃഢമല്ലാത്തതുമായ കെട്ടിടം ഉണ്ടാകും. മയമുള്ളതും ദൃഢം അടുത്ത് സൂര്യനും ശുക്രനും ബലമില്ലെങ്കിൽ, പുരുഷജാതകത്തിൽ സൂര്യനും ശുക്രനും ബലമില്ലെങ്കിൽ ബീജബലം കുറയും. ഇത് സന്താന ലബ്ധിയെ ബാധിക്കും. ഇനി പറയുന്നത് ഓരയിലുള്ളതല്ല, വെസ്റ്റേൺ അസ്ട്രോളജിയിലുള്ളതാണ്. അത് ഓരാശാസ്ത്രത്തിലൊന്നും ഉള്ളതല്ല. അത് വളരെ കൃത്യമാണ്. ഏത് ഗ്രന്ഥത്തിന് അവർക്ക് കിട്ടിയെന്നുള്ള അറിയില്ല, വളരെ കറക്റ്റാണ്. അതായത് സൂര്യന്റെ രാശിയിൽ ജനിക്കുക, അല്ലെങ്കിൽ സൂര്യന് നല്ല ബലമായിട്ട് കേന്ദ്രത്തെ തെളിക്കുക. ലഗ്ന കൂടുതലും സൂര്യന്റെ രാശിയിൽ ജനിക്കുന്നവർക്കാണ് ചിങ്ങൻ രാശി. അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ് എന്നാണ്. പ്യുവർ മൈൻഡ്, ശുദ്ധമായ മനസ്സുള്ളവരായിരിക്കും. ബഹളവും പൊടികളും ഒക്കെ കാണിക്കും, കുറെ ചാട്ടവും ബഹളവും ഒക്കെ കാണിക്കുമെങ്കിലും ആള് പാവമായിരിക്കും. ശുദ്ധ മനസ്ഥിതി ഉള്ളവരാണ്. അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്. സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, അതും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു എന്ത് പറയും, സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് വെച്ചാൽ എന്തെന്ന് പറയാം? നേരെ ചൊവ്വെ, നേരെ ഉള്ള ചിന്താഗതി. നേരെ വാ നേരെ പോകുമെന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. എല്ലാം ആരെയും ചതിക്കണമോ വഞ്ചിക്കണമോ എന്നുള്ള താല്പര്യമില്ല. ശുദ്ധ ഹൃദയമുള്ളവരാണ്
ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നുള്ള താല്പര്യമുള്ളവരല്ല. ഇനി പ്രൗഡ്നെസ് ആൻഡ് ബോസ്റ്റിംഗ്, അത് കറക്റ്റാണ്. ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഞാൻ എന്തോ ഒരു സംഭവമാണ്. പ്രൗഡ് ആൻഡ് ബോസ്റ്റിംഗ്, വാചകം അടിക്കുക, വീരവാചകങ്ങൾ അടിക്കുക, ഞാനൊരു സംഭവമാണെന്നുള്ളൊരു തോന്നല്. ആത്മാഭിമാനം അല്ലെങ്കിൽ ആത്മപ്രശംസ, അതാണ് എൻ്റെ വാക്ക്. ആത്മാഭിമാനം, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യും. ആത്മാഭിമാനം, ആത്മപ്രശംസ, ഇവിടെ ഗ്രഹമാണ് സൂര്യൻ. ഇതൊക്കെ സൂര്യന്റെ രാശിയിൽ ജനിക്കുന്നവർക്കുള്ള സ്വഭാവമാണ്. അല്ലെങ്കിൽ സൂര്യൻ ബലവാനായിട്ട് ലഗ്നത്തിൽ നിന്നാലും മതി. ആത്മാഭിമാനം, ആത്മപ്രശംസ എന്നിവയൊക്കെ ഉണ്ടാകും. അപ്പോൾ ശുദ്ധമായ മനസ്സുള്ളവരാണ്. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നുള്ള താല്പര്യമുള്ളവരല്ല. പിന്നെ എന്താണ്? ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നുള്ള താല്പര്യമുള്ളവരല്ല. പിന്നെ വേറെ? ഇനി അടുത്തത്, അപ്പിയർ ടു ബി ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ്. പുറത്ത് ഭയങ്കര ധൈര്യശാലിയായിട്ട് കാണിക്കും, പക്ഷെ മനസ്സിൻ്റെ അകത്ത് ഭയം ഉണ്ടാവും. ചാടി ഇറങ്ങും, ഏത് കാര്യത്തിനും ചാടി ഇറങ്ങും. അല്പം കഴിയുമ്പോൾ പേടിച്ച് ചാടും. ഈ സിംഹത്തിന്റെ സ്വഭാവം കണ്ടിട്ടില്ലേ? ആനയായാലും കുതിരയായിരുന്നാലും പോത്തായാലും ശരി, കയറി ആക്രമിക്കും. പക്ഷെ 2 പോത്ത് തിരിഞ്ഞു നിന്ന് കൊടുത്താൽ ഓടുകയും ചെയ്യും. അപ്പിയർ ടു ബി ബോൾഡ് എന്നാണ്. ധൈര്യശാലി പോലെ പ്രത്യക്ഷപ്പെടും. ബട്ട് ടിമിഡ് ഇൻസൈഡ്, ഉള്ളിൽ ഭയം ഉണ്ടാവും. വിരട്ടിയ വിരളും എന്നർത്ഥം. അപ്പിയർ ടു ബി ബോൾഡ് ബട്ട് ടിമിഡ് ഇൻസൈഡ്. അപ്പോൾ അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്, പരിശുദ്ധമായ ഹൃദയമുള്ളവരാണ്. ആരെയും ചലിക്കണോ വഞ്ചിക്കണോ എന്നുള്ള താല്പര്യമില്ല. ആത്മാഭിമാനവും ആത്മപ്രശംസയും ഉള്ളവരാണ്. ആത്മാഭിമാനവും ആത്മപ്രശംസയും ഉള്ളവരാണ്. ധൈര്യശാലി പോലെ കാണും, എന്നാൽ ഉള്ളിൽ ഭയമുണ്ടാകും. വൈഫ് ഫ്രം ഡ്യൂട്ടി ബൗണ്ടഡ് ഏരിയ. ഇയാളെ കളത്രം ഇയാളെക്കാളും ഉത്തരവാദിത്വമുള്ള ആളായിരിക്കും. അതെന്താ അങ്ങനെ പറയുന്നത്? കളത്രത്തിന് ഉത്തരവാദിത്വം കൂടുതൽ. കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തൻ്റെ കളത്രം തന്നെക്കാൾ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതെന്താ അങ്ങനെ പറയുന്നത് അറിയാമോ? കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തൻ്റെ കളത്രത്തിന് തന്നെക്കാൾ ഉത്തരവാദിത്വം കൂടുതലുണ്ടായിരിക്കും. ചിങ്ങം രാശിയുടെ ഈ നമ്മുടെ കളത്രത്തിനെ ചിന്തിക്കുന്ന എത്രാം ഭാവമുണ്ട്? 7. 7ാം ഭാവം ആരുടെ രാശി? ശനിയുടെ. ശനി ഡ്യൂട്ടി ബൗണ്ടഡ് ആണ്, ഹാർഡ് വർക്കിങ്ങിന്റെ ആളാണ്. ശനിയാണ് ഹാർഡ് വർക്കിങ്ങിന്റെ ഗ്രഹം, ശനിയാണ്. അതാണ് അതിന്റെ കാരണം. ശനിക്ക് മൂലത്രികോണം വരുന്നത് കുംഭൻ രാശിയിലാണ്. ശനിയുടെ മൂലരാശി കുംഭൻ രാശി, അത് 7ആയിട്ട് വരുന്നത് ചിങ്ങൻ രാശി. അപ്പോൾ 7ന് പ്രാധാന്യമുണ്ട്. 7ന് പ്രാധാന്യമുണ്ട്. തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സ്ത്രീയാണെങ്കിൽ ഭർത്താവ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തന്നെക്കാൾ കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. വൈഫ് ഫ്രം ഡ്യൂട്ടി ബൗണ്ടഡ് ഏരിയ. ഇനി അൺനെസസറി എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു നെഗ്ലിജൻസ്. ഭയങ്കര പിശുക്കന്മാരായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിന് പണം ചെലവാക്കും. അത് അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ്. ഭയങ്കര പിശുക്കുതനവും ഉണ്ടാവും. അൺനെസസറി എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു നെഗ്ലിജൻസ്, അശ്രദ്ധ കൊണ്ട് ആവശ്യമില്ലാത്ത പണച്ചെലവുണ്ടാകും. അശ്രദ്ധ മൂലം ആവശ്യമില്ലാത്ത പണച്ചെലവുണ്ടാകും. അൺനെസസറി എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു നെഗ്ലിജൻസ്, അശ്രദ്ധ കൊണ്ട് ആവശ്യമില്ലാത്ത ചെലവുണ്ടാകും. ഫീലിംഗ് ഹാപ്പി ഇഫ് അതേഴ്സ് പ്രൈസ്.
ആരെങ്കിലും ഒന്ന് പൊക്കി വിട്ടാൽ പോകും. ഒന്ന് പ്രൈസ് ചെയ്ത് പറയാമെങ്കിൽ, പുകഴ്ത്തി പറഞ്ഞാൽ അത് ഭയങ്കരമായ സന്തോഷം ഉണ്ടാകും. പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷിക്കുന്നവരായിരിക്കും. പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷിക്കുന്നവരായിരിക്കും. ഇനി ഒന്നുകൂടിയുണ്ട്, ന്യൂ ഐഡിയാസ് ഇൻ എമർജൻസി പീരിയഡ്. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് ഐഡിയ ഉണ്ടാവും. അതൊരു നല്ല ഗുണമാണ്. നമ്മളൊരു കുരുങ്ങി നിൽക്കുന്ന സമയത്ത്, ഒരു പ്രശ്നത്തിൽ കയറി കൈകാര്യം ചെയ്ത് കുരുങ്ങി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഐഡിയ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ പെട്ടെന്ന് തോന്നും. ന്യൂ ഐഡിയാസ് ഇൻ എമർജൻസി പീരിയഡ്. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ ശരിയായ ദിശയിലേക്കുള്ള ചിന്താഗതി ഉണ്ടാകും. ശരിയായ ദിശയിലേക്കുള്ള ചിന്താഗതി ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ഒരു ജാതകം എഴുതുമ്പോൾ ചിങ്ങൻ രാശിയിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ ജാതകം എഴുതണം. സൂര്യന്റെ ബലവും കൂടി നോക്കിക്കൊള്ളണം. കൃത്യമായിരിക്കും എഴുതി വെച്ചു കൊടുത്താൽ. അപ്പിയർ ടു ബി, അതായത് അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്, പരിശുദ്ധമായ മനസ്സുള്ളവരും ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ താല്പര്യമുള്ളവരും അല്ല. പതുക്കെ പറയണേ. ഹലോ, നിർത്തി പറയണേ. അബ്സല്യൂട്ട്ലി പ്യുവർ മൈൻഡ്, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എന്നാണ് ഇംഗ്ലീഷിൽ. ശുദ്ധമായ മനസ്സുള്ളവരും ശുദ്ധമായ ഹൃദയമുള്ളവരും ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ താല്പര്യമുള്ളവരും അല്ല. ഭയങ്കര ആത്മാഭിമാനവും ആത്മപ്രശംസയും ആഗ്രഹിക്കുന്നവരാണ്. ആത്മാഭിമാനവും ആത്മപ്രശംസയും ആഗ്രഹിക്കുന്നവരാണ്. നല്ല ധൈര്യശാലിയാണെന്ന് തോന്നുകയും എന്നാൽ ഉള്ളിൽ ഭയമുണ്ടാവുകയും ചെയ്യും. നല്ല ധൈര്യശാലിയെന്ന് തോന്നുകയും ഉള്ളിൽ ഭയമുണ്ടാവുകയും ചെയ്യും. തൻ്റെ കളത്രത്തിന് കുടുംബകാര്യങ്ങളിൽ തന്നേക്കാൾ ഉത്തരവാദിത്വമുണ്ടാകും. സ്പീഡിൽ പറയുക. സ്പീഡ് കൂടണോ? സ്പീഡ് കുറയ്ക്കണം. എഴുതാൻ പറ്റുന്നില്ല. ഇത് എഴുതാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ലേ? ഞാൻ ഒന്നുകൂടി പറയാമെന്നോ. എഴുതാനെങ്കിൽ ഞാൻ ഇങ്ങനെ പറയൂ. എഴുതാൻ വേണ്ടി പറഞ്ഞില്ല, ഒന്നുകൂടെ പറഞ്ഞതാണ്. എഴുതാൻ രണ്ടാമത് പറയാം. വൈഫ് ഫ്രം ഡ്യൂട്ടി ബൗണ്ടഡ് ഏരിയ, തൻ്റെ കളത്രത്തിന് തന്നേക്കാൾ കുടുംബകാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഉണ്ടാകും. കാരണം കളത്രത്തെ ചിന്തിക്കുന്നത് 7ാം ഭാവം കൊണ്ടാണ്. 7ാം ഭാവം ശനിയുടെ മൂലരാശിയാണ്. ശനി ഡ്യൂട്ടി ബൗണ്ടഡ് ആണ്. കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ്. ഇനി പൈസയ്ക്ക് ഭയങ്കര പിശുക്കുള്ളവരും എന്നാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലവാക്കേണ്ടി വരുന്ന അവസരവും ഉണ്ടാകും. പൈസ അൺനെസസറി എക്സ്പെൻഡിച്ചർ ഡ്യൂ ടു നെഗ്ലിജൻസ്, അശ്രദ്ധ കൊണ്ട് പണ ചെലവ് കൂടുതൽ ഉണ്ടാകാൻ ഇടവരും. അശ്രദ്ധ കൊണ്ട് പണം കൂടുതൽ ചെലവാകാൻ ഇടവരും. മറ്റുള്ളവർ പുകഴ്ത്തി വിട്ടാൽ, മറ്റുള്ളവർ പ്രശംസിച്ചാൽ അത് ഭയങ്കരമായി സന്തോഷിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ പ്രശംസ ഭയങ്കരമായി ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി എഴുതണം. സം സ്പെഷ്യൽ പോയിന്റ്സ് എന്നിട്ടുണ്ട്. സം സ്പെഷ്യൽ പോയിന്റ്സ്. പരിശുദ്ധമായ മനസ്സുള്ളവരും ആരെയും ചതിക്കണമെന്നോ
ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ തോന്നാത്തവരുമാണ് സൂര്യന്റെ രാശിയിൽ ജനിക്കുന്നവർ. ആത്മാഭിമാനവും ആത്മപ്രശംസയും ഇഷ്ടപ്പെടുന്നവരാണ്. ധൈര്യശാലിയാണെന്ന് തോന്നുകയും ഉള്ളിൽ ഭയമുള്ളവരുമാണ്. തന്റെ കളത്രത്തിന് കുടുംബകാര്യങ്ങളിൽ തന്നേക്കാൾ ഉത്തരവാദിത്വം ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ തന്നേക്കാൾ ഉത്തരവാദിത്വം ഉണ്ടാകും. ഇതിന് കാരണം 7ാം ഭാവം ശനിയുടെ മൂലരാശിയാണ്. 7ാം ഭാവം ശനിയുടെ മൂലരാശിയാണ്. ശനി കഠിന അധ്വാനത്തിന്റെ ഗ്രഹമാണ്. അത്യാവശ്യ കാലഘട്ടങ്ങളിൽ ശരിയായ ആശയം ഇവരുടെ മനസ്സിലുദിക്കും. മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. എഴുതിയോ?
എഴുതിയോ? ആ എഴുതി സാറേ. ശരി, ഇനി അടുത്ത് നോക്കാം. ഇനി സൂര്യൻ ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലങ്ങളും. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും, 2-ൽ എങ്ങനെ ഇരിക്കും, 3-ല്, 4-ല്, 5-ല്, അങ്ങനെ 12 ഭാവത്തിൽ നിന്നുള്ള ഫലം. അത് നമുക്ക് കുറച്ചൊന്ന് പഠിക്കാം. അതിന്റെ നോട്ടൊക്കെ അടുത്ത ക്ലാസ്സിൽ എഴുതാം. ആദ്യം ഇത് ഹോരാശാസ്ത്രത്തിൽ 18-ല് 1 18-ല് 1, 2, 3 മൂന്നെണ്ണം സൂര്യന്റെ, പിന്നെ ഒരു 3, 4 ചന്ദ്രന്റെ. അത് കഴിഞ്ഞിട്ട് വളരെ കുറയും. ശൂരസ്തപ്തോ വികലനയനോ നിർഹൃണോ അർക്കതനുസ്തേ മേഷേ സസ്വതിമിരനയന ശുംഖസംസ്ഥേ നിശാന്ത നീജോ അന്ത അസ്വ ശശിഗ്രഹഗതേ ബുദ്ബുധാക്ഷപതംഗേ. ഇത്രയും ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം. ഇത് ശ്ലോകം നിങ്ങൾ പഠിക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. അർത്ഥം അറിഞ്ഞിരിക്കുക. അർത്ഥം അറിയാൻ ശ്ലോകം പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള താല്പര്യമുള്ളവർ പഠിക്കുക. പഠിക്കുന്നത് നല്ലതാണ്. ശൂര സ്തപ്തോ വികലനയനോ നിർഹൃണോ അർക്കതനുസ്തേ. അർക്കൻ സൂര്യൻ, തനു എന്ന് വെച്ചാൽ ശരീരം, തനുഭാവം എന്ന് വെച്ചാൽ ലഗ്നം എന്നർത്ഥം. നമ്മൾ ലഗ്നത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് തനുഭാവം എന്ന് വെച്ചാൽ ലഗ്നം. ശൂരനായിരിക്കും, ശൂരത്വം, പരാക്രമശാലിയായിരിക്കും. സ്തപ്തം എന്ന് പറഞ്ഞാൽ, സ്തപ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വളരെ സ്ലോ ആയിരിക്കും. ഒരു കാര്യം ചെയ്യാൻ വളരെ താമസം ഉണ്ടാവും. വളരെ കാലം കൊണ്ട് മാത്രമേ ഒരു കാര്യം ചെയ്യൂ. പെട്ടെന്ന് ചെയ്യൂല, സ്പീഡായിട്ട് ചെയ്യൂല. സ്തപ്തോ വളരെ കാലം കൊണ്ട് മാത്രം ഒരു ജോലി ചെയ്ത് തീർക്കുന്നവനായിരിക്കും. വികലനയനോ കണ്ണിന് രോഗം, അത് സൂര്യന്റെ പ്രത്യേകതയാണ്. കണ്ണിന് രോഗമുണ്ടാവും. നിർഹൃണോ ഭയമില്ലാത്തവനായിരിക്കും. അർക്കതനുസ്തേ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ. അപ്പോൾ പരാക്രമശാലി, എല്ലാ കാര്യത്തിനും ഒരു കാര്യം ചെയ്തു തീർക്കാൻ വളരെ കാലതാമസം ഉണ്ടാകും. വളരെ കാലം കൊണ്ട് മാത്രമേ ഒരു കാര്യം ചെയ്തു തീർക്കുകയുള്ളൂ. നയനരോഗമുണ്ടാകും. ഭയപ്പാടില്ലാത്തവനായിരിക്കും. ഇതാണ് ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം. ശൂര സ്തപ്തോ വികലനയനോ നിർഹൃണോ അർക്കതനുസ്തേ. ശൂരത്വം, പരാക്രമശാലിയായിരിക്കും. വളരെ പതുക്കെ, വളരെ കാലം കൊണ്ട് മാത്രമേ ഒരു കാര്യം ചെയ്തു തീർക്കുള്ളൂ. നയനരോഗം ഉണ്ടാകാൻ ഇടവരും. ഭയമില്ലാത്തവനായിരിക്കും. സൂര്യൻ ലഗ്നത്തിൽ നിന്നും. ഇനി അടുത്ത് പറയുന്നത്, ഇത് സൂര്യൻ ലഗ്നത്തിൽ നിന്ന്. ലഗ്നം എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാശി? മേടൻ രാശി ലഗ്നമാകാം, അവിടെ സൂര്യൻ വരാം. ഇടവൻ രാശി ലഗ്നമായി അവിടെ സൂര്യൻ വരാം. മിഥുനം രാശി ലഗ്നമായി അവിടെ സൂര്യൻ വരാം. കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ എല്ലായിടവും ഒരുപോലെ ഇരിക്കും? എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും? ഒരിക്കലുമില്ല. മേടത്തിൽ സൂര്യൻ നിന്ന് അവിടെ ലഗ്നം വരുന്നത് ഉച്ചമാണ്. ഇടവത്തിൽ സൂര്യൻ നിന്ന് അവിടെ ലഗ്നം വന്നാൽ ശത്രുക്ഷേത്രം. മിഥുനത്തിലാണെങ്കിൽ ഒരു സമക്ഷേത്രം എന്ന് പറയാം. കർക്കടകം ബന്ധുക്ഷേത്രം, ചിങ്ങം സ്വക്ഷേത്രം, കന്നി ഒരു സമക്ഷേത്രം എന്ന് പറയാം. തുലാം നീചം. ഇവിടെ എല്ലായിടവും സൂര്യൻ നിന്ന് ലഗ്നം വന്ന ഒരുപോലെ ഇരിക്കും? ഇല്ല. നമുക്കിത് പറയാം. അതാണ് അടുത്ത് പറയുന്നത്. മേഷേ സസ്വ തിമിരനയന. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യൻ വന്നാൽ കണ്ണിന് തിമിരം ബാധിക്കും. അത് കാലക്രമേണ വയസ്സാകുമ്പോൾ ബാധിക്കുമെന്നാണ് പറയുന്നത്. അല്ല, കുട്ടിക്കാലത്തൊന്നുമല്ല. അതൊരു വലിയ കുഴപ്പമില്ല. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ ധനം കുറവായിരിക്കും, തിമിരം ബാധിക്കും. ധനം കുറവായിരിക്കും, തിമിരം ബാധിക്കും.
മേഷേ സസ്വ തിമിര നയന. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ കാലക്രമേണ കണ്ണിന് തിമിരം ബാധിക്കാൻ ഇടവരും. ശുംഖസംസ്ഥയ നിശാന്ത. ചിങ്ങം രാശി ലഗ്നമായി അവിടെ സൂര്യൻ വന്നാൽ മാലക്കണ്ണിന്റെ അസുഖം ഉണ്ടാകും. മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ. മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ശുംഖസംസ്ഥയ നിശാന്ത. നീജോ അന്തോ അസ്വ. നീചരാശി, സൂര്യന്റെ നീചരാശി തുലാം. തുലാ ലഗ്നവും അവിടെ സൂര്യനും വന്നാൽ ധനം ഉണ്ടാവില്ല, കണ്ണ് കണ്ടുകൂടാത്തവനായിരിക്കും. നിശാന്ത, കണ്ണ് കണ്ടുകൂടാത്തവനായിരിക്കും. ശശി ഗ്രഹഗതേ ബുധാക്ഷ പതങ്കേ. പതങ്കൻ സൂര്യൻ. ശശിഗ്രഹം, ശശിഗ്രഹം ഏതാണ്? കർക്കിടകം. കർക്കിടകം ലഗ്നം വന്ന് അവിടെ സൂര്യൻ നിന്നാൽ പോളക്കണ്ണിന്റെ അസുഖം ഉണ്ടാവും. പോളക്കണ്ണ് വെച്ചാൽ ഒരുമാതിരി തള്ളിയ ഉണ്ടക്കണ്ണ്, തള്ളിയ കണ്ണുകൾ. ബുദ്ബുതലോചനം എന്ന് പറയും. അല്ലെങ്കിൽ ഉണ്ടക്കണ്ണ്, തള്ളിയ കണ്ണ്, കണ്ണ് തള്ളി നിൽക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം. സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ പരാക്രമശാലി, വളരെ കാലം കൊണ്ട് മാത്രമേ ഒരു ജോലി ചെയ്ത് തീർക്കുകയുള്ളൂ, എല്ലാത്തിനും ഒരു കാലതാമസം, നയനരോഗം, ഭയമില്ലാത്തവനുമായിരിക്കും. മേട ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ കാലക്രമേണ എന്തുണ്ടാകും? തിമിരം ബാധിക്കും. ചിങ്ങലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ രോഗമുണ്ടാവും. തുലാലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നാൽ കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ തന്നെ ഉണ്ടാവും. കർക്കടക ലഗ്നവും ലഗ്നത്തിൽ സൂര്യനും വന്നു കഴിഞ്ഞാൽ ഉണ്ടക്കണ്ണ്, പോളക്കണ്ണ് അല്ലെങ്കിൽ തള്ളിയ കണ്ണുകൾ ഉള്ളവരായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, മേടത്തിനെ വിളിച്ചത് എന്തിനാ? മേടത്തിന് ഉച്ചം ഇല്ലേ? മേടം ഉച്ചമില്ലേ? ചിങ്ങം സ്വക്ഷേത്രം, ശരിയാണല്ലോ. തുലാം നീചം. അപ്പോൾ വരുന്ന ഉച്ചം, മേടം ഉച്ചം, തുലാം നീചം, ചിങ്ങം സ്വക്ഷേത്രം. എന്തിന് കർക്കിടകത്തിനെ വിളിച്ചത്? കർക്കിടകത്തിന് ഇതൊന്നും ബന്ധമില്ലല്ലോ. ബന്ധുക്ഷേത്രം. ബന്ധുക്ഷേത്രം ഉച്ചത്തിലും നീചത്തിലും സ്വക്ഷേത്രത്തിലും ബന്ധുക്ഷേത്രം പറഞ്ഞു. കർക്കിടകത്തിന് പറഞ്ഞതുപോലെ ബന്ധുക്ഷേത്രത്തിന് എല്ലാത്തിനും പറയണം. ബന്ധുക്ഷേത്രം നമ്മൾ ധനു, മീനം, വൃശ്ചികത്തിനൊക്കെ ഇതുപോലെ പറയണം. ധനു, മീനം, വൃശ്ചികത്തിനൊക്കെ കർക്കിടകത്തിന് പറഞ്ഞ പോലെ പറയണം. ശത്രുക്ഷേത്രത്തിന് നീചത്തിൽ പറഞ്ഞ പോലെ പറയണം. ശത്രുക്ഷേത്രം എന്ന് പറയുമ്പോൾ ശനിയുടെ രാശികൾ രണ്ടും ശുക്രന്റെ രാശികൾ രണ്ടും ഒക്കെ ശത്രുക്ഷേത്രത്തിൽ കണക്കാക്കാം. അതിന് ഏകദേശം തുല്യമായിട്ട് വരും. അതാണ് 4 എണ്ണത്തിനെ പറഞ്ഞ് ബാക്കിയുള്ളതിനെ വിട്ടത്. അതിന് തുല്യമായിട്ട് നമ്മൾ ചിന്തിച്ചെടുത്ത് പറഞ്ഞു കൊള്ളണമെന്നാണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതല്ല. ശൂരത്വം, പരാക്രമം, വളരെ കാലം കൊണ്ട് താമസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുക, കണ്ണ് രോഗം, ഭയമില്ലാത്തവൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പഠിച്ചിട്ട് ഈ നോട്ട് എഴുതാം. അതുപോലെ അതെ, ഇന്നത്തേക്ക് മതിയോ? മതിയല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. Good night. Good night. Thank you very much.